നമ്മളിപ്പം കൊല്ലംകോട് കുടിലിടം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിന്റെ ഒരു വഴിത്താരയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ കുടിലിടം കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിൻ്റെ നമ്മുടെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ഇത് ഒടിയൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം പെട്ടെന്ന് മനസ്സിലാവും. കാരണം ലാലേട്ടൻ ഇവിടാണ് കടന്നിട്ടാണ് ഇവിടുന്ന് ചാടി ഇറങ്ങുന്ന സീനൊക്കെ കാണിക്കുന്നത്. കുറേ കണ്ടല്ലോ, കുറേ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ. അത് ഓരോരുത്തരും ഓരോ ആഗ്രഹത്തിന് വേണ്ടി, ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്താണ്. നമുക്ക് ഈ നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചതിന് ശേഷമുള്ള വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമനുസരിച്ച് കോഴിയോ അല്ലെങ്കിൽ ആടോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ബലിതർപ്പണം നടത്താം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പാചകം ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് പ്രത്യേകം അടുപ്പുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്ത നേർച്ചകളെല്ലാം നമ്മൾ ആ അടുത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പോലും ഈ നോയമ്പ് വീടാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഭക്ഷണം കഴിച്ച് നമ്മുടെ നോയമ്പ് വീടണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചടങ്ങ്. ഇതാണ് ഞാൻ പറഞ്ഞ പെരിങ്ങോട്ടുശ്ശേരി കളം. വലിയൊരു പാറയുടെ മണ്ടയ്ക്കാണ് ഈ കളം നിൽക്കുന്നത്. ഈ കളത്തിൻ്റെ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള നെല്ലുകളെല്ലാം കൊയ്ത് കൊണ്ട് ശേഖരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെരിങ്ങോട്ടുശ്ശേരി കളം. കളത്തിൻ്റെ ചുറ്റുപാടും നല്ല പ്രകൃതി രമണീയം, നല്ല രസമുള്ള കാഴ്ചകളാണ്. സ്റ്റാർ ഫ്രൂട്ട്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്ത് മലമ്പുറംപാറ സ്ഥിതി ചെയ്യുന്ന സീതാർകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. രാമായണവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ കൊണ്ടാണ് ഈ സീതാർകുണ്ട് എന്ന പേര് ലഭിച്ചെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ ആ മലയാളികൾക്കെല്ലാം അറിയപ്പെടുന്ന നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. അങ്ങനെ ചായ എത്തി. അപ്പോൾ ഇനി ചായ, പരിപ്പുവടയും ചായയും. അപ്പോൾ ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ ചെല്ലൻ ചേട്ടൻ. ഈ കടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങിക്കുന്ന എല്ലാ സാധനത്തിനും 10 രൂപ മാത്രമേ ഉള്ളൂ. ചായ ആയിക്കോട്ടെ, പരിപ്പുവട ആയിക്കോട്ടെ, ഉള്ളിവട ആയിക്കോട്ടെ, ഉഴുന്നുവട ആയിക്കോട്ടെ, ബോണ്ട ആയിക്കോട്ടെ, എല്ലാ സാധനത്തിനും വെറും 10 രൂപ മാത്രമേ ഉള്ളൂ.